ഖാദി നെയ്ത്തു കേന്ദ്രങ്ങളിൽ ഓരോ ദിനവും ഇഴ ചേർത്ത് നെയ്തെടുക്കുന്ന അധ്വാനത്തിന് പക്ഷേ അർഹമായ വേതനം തൊഴിലാളികളിലേക്ക് എത്താറില്ല. കയ്യും മെയ്യും മറന്ന് തറികൾക്കും നൂലുകൾക്കും മീതെ കെട്ടുപിണഞ്ഞു കിടന്നാലും ഒരു മാസം ലഭിക്കുന്നത് 4000 രൂപ വരെ മാത്രമാണ്. ഖാദി ബോർഡ് നൽകുന്ന ഒരു വിഹിതം മുടങ്ങാതെ ലഭിക്കുന്നുണ്ടെങ്കിലും സർക്കാർ വിഹിതം കഴിഞ്ഞ 7 മാസത്തോളമായി കുടിശ്ശികയാണ്. 7 മാസമായി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ മുടങ്ങിക്കിടക്കുന്നു. അപ്പോൾ അത് മാസത്തിൽ കൂലിയോടൊപ്പം ഞങ്ങൾക്ക് കിട്ടിയാൽ അത് വളരെ ഉപകാരമായിരുന്നു. ഖാദി മുണ്ടുകൾ നെയ്യുന്ന ചേളന്നൂരിലെ നെയ്ത്തു കേന്ദ്രത്തിൽ 50ലേറെ വനിതകൾ ജോലി ചെയ്യുന്നുണ്ട്. 50 വർഷം സർവീസുള്ള വനിതാ തൊഴിലാളികൾ വരെയുള്ള നെയ്ത്തു കേന്ദ്രമാണിത്. ഒരു ദിവസം 2 മുണ്ടുകൾ വരെ നെയ്താൽ 240 വരെയാണ് ഇവർക്ക് ലഭിക്കുക. നൂല് പുഴുങ്ങിയെടുക്കുന്നത് മുതൽ ചുറ്റിയെടുക്കുന്നതുൾപ്പെടെ മണിക്കൂറുകൾ നീണ്ട കഠിനാധ്വാനമാണ് ഇവർക്ക് പിന്നിലുള്ളത്. ഇപ്പോൾ കൂലി വളരെ തുച്ഛമായ കൂലി തന്നെയാണ്. ഞങ്ങൾക്ക് ശരിക്ക് കിട്ടുകയാണെങ്കിൽ കൂലിക്ക് മറ്റേ പൂരകവും കൂടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. റിബേറ്റ് കുടിശ്ശിക ഇനത്തിൽ കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രം കഴിഞ്ഞ സർക്കാർ 7 കോടിയാണ് കുടിശ്ശിക ഇനത്തിൽ മാത്രം നൽകാനുള്ളത്. സംസ്ഥാന തലത്തിൽ 54 കോടി വരെ നൽകാനുണ്ട്. മേളകൾ നടക്കുമ്പോൾ വിലക്കിഴിവിലായി നൽകുന്ന തുക പിന്നീട് ഖാദി സംഘങ്ങൾക്ക് സർക്കാർ വിതരണം ചെയ്യുന്നത് പതിവാണ്. ഇതാണ് കുടിശ്ശികയായിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തോളമായി റിബേറ്റിൽ വലിയൊരു കുടിശ്ശികയാണ് കേരളത്തിലെ ഖാദി സ്ഥാപനങ്ങൾക്കുള്ളത്. കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രമായി 7 കോടിയോളം രൂപ റിബേറ്റ് ഇനത്തിൽ കിട്ടുവാനുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ 60 കോടിക്ക് മുകളിലായി റിബേറ്റ് കുടിശ്ശിക നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ഖാദി മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. കോടികളുടെ കുടിശ്ശികയാണ് കഴിഞ്ഞ സർക്കാർ ഖാദി മേഖലയ്ക്ക് മാത്രം നൽകാനുള്ളത്. ഇത് പരമ്പരാഗത നെയ്ത്തു തൊഴിലാളികളെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. പുതിയ സർക്കാർ വരുമ്പോൾ തങ്ങളുടെ പ്രശ്നം ആദ്യം പരിഹരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.